അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് കാണാം. വിശ്വാസം ഗനീമത്ത് വിധിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതിലൊരു കണക്കും കാര്യമൊക്കെ ഉണ്ട്. വിശ്വാസം വീതിക്കണ് ഓരോരുത്തരുടെ മനസ്സൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചാണ് വീതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നല്ല റായത്തിൽ ഒരാള്, എന്താ ആളെ പേര് അബ്ദുള്ള എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു എഴുതില്ല മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നീതി പാലിക്കണം, നീതി പാലിക്കണം എന്നാണ്. അപ്പോൾ വിശ്വാസങ്ങൾ ചോദിച്ചു നീതി പാലിക്കണമെന്നോ? ഞാനല്ലാതെ പിന്നെ ആരവിടെ നീതി പാലിക്കാനുള്ളത്? തിരിച്ചു ചോദിച്ചു വിശ്വാസങ്ങള്. ഈ ലോകത്ത് ഞാനല്ലാതെ ആരാ നീതി? ഞാൻ ചെയ്യുന്നതാണ് അവിടുത്തെ നീതി. ഞാൻ നീതിയില്ല പാലിക്കണത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇറ്റക്കില്ല. ആരോട്? സുദാസനോട് ഇറ്റക്കില്ല. അങ്ങനെ ആളെ ഇൽമെന്താണ്? ഇന്ന കണക്ക് ഇന്ന ആൾ കൊടുക്കണം എന്ന് ആൾക്ക് അറിവുണ്ട്. അവിടെ സുദാസനം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യേണ്ട ആ ഇൽമ വെച്ചാൽ ചോദിക്കാണ്. ഇറ്റക്കില്ല. വളരെ ഗൗരവത്തിലാ പറഞ്ഞത്. അപ്പൊ ഞാൻ അള്ളാനെ സൂക്ഷിക്കേ, ഞാൻ പറയുന്നത് അള്ളാന്റെ കലാമും അള്ളാന്റെ വാക്കുമല്ലേ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സുന്നത്തല്ലേ, നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ നിങ്ങൾ സൂക്ഷിക്കാൻ എന്താണ് എന്നോട് പറയണത്? അപ്പൊ ആള് പിന്തിരിഞ്ഞ് അങ്ങോട്ട് പോയി ദേഷ്യം പിടിച്ചാണ്ട്. അതിൽ ഖാലിദ് അള്ളഹാനും ഉമർദാനും വാള് വരി, ഞങ്ങൾ കൊല്ലയാ റസൂലുള്ളാഹി, ആളെ കൊല്ലട്ടെ വെച്ചു. കൊല്ലണ്ട, വിടാൻ പറഞ്ഞു. കാരണം മദീനത്ത് ഇത് വളർന്നു വരിക, ഈ ബെത്തിനും ബസാദും ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ കൊന്നാഞ്ഞ് ഇപ്പൊ മുഹമ്മദ് ആളിനെ കൊല്ലുന്നു പറയില്ലേ, ഉണ്ടാക്കാന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെ തന്നെ പല മശായിഖന്മാർക്കും ചെയ്യേണ്ടി വരും, പല ആൾക്കാരും പല കോലത്തിൽ കൊണ്ടെടുക്കേണ്ടി വരും. അതൊന്നും നമ്മൾ വിലയിരുത്താൻ പോണ്ട എന്നർത്ഥം. ഒരു വിശ്വാസങ്ങൾ പറയാ, ആളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചോളിട്ടോ, അയാളെ കോലും അയാളെ രൂപമൊക്കെ ഒന്ന് ശരിക്കും നോക്കിക്കോളി. അവസാന കാലം വരുമ്പോ ഇവനിൽ നിന്നൊരു പരമ്പര ഇവിടെ വരും. അവർ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും, അവർ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും, പലതും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹലക്ക് വിട്ട് കീപ്പട്ടിങ്ങിട്ട് ഇറങ്ങൂല എന്ന്. പോലെ അമലൊന്നും ഹലക്ക് വിട്ട് കീപ്പിട്ടിറങ്ങൂല, അത് മുനാഫിക്കാണ് എന്നർത്ഥം. അപ്പൊ ആ ടീമിനെ കണ്ട എന്താ, നിങ്ങളെ നിസ്കാരം ഓലെ നിസ്കാരം വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ബേജാറേക്കാരം. എന്തു നിസ്കാരം, നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അതോ അനങ്ങാതെ ആ നൃത്തക്കണ്ട് കണ്ടാണ്ടല്ലോ അവര് നിൽക്കണ ഫുഷുവൊക്കെ നമുക്ക് അത്ഭുതപ്പെടും. നോമ്പോ നിങ്ങൾക്ക് ഉപരിക്കാൻ കഴിയൂല, സുന്നത്ത് പറഞ്ഞു പോലും ഒഴിവാക്കുന്നില്ല. ഓലെ നടത്തം, ഓലെ ഡ്രസ്സ്, ഓലെ തൊപ്പി, ഓലെ താടി, ഓലെ സംസാരം, ഓലെ സംസ്കാരം അല്ലെ, ഓലെ തായ്മ, ഓല് ജനങ്ങൾക്ക് ചെയ്യുന്ന ഹിദ്മത്ത്, ദീനിനെ കുറിച്ച് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹിനെ കുറിച്ച് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സുദാസനെ കുറിച്ച് ഒരു പറയുന്നത് കുറവേ കാരം അമലെ കുറിച്ചാ പറയാ. തൊപ്പിട്ടുള്ള കൂലി, ഇത് റസൂൽ താടിച്ചാളുടെ കൂലി, റസൂൽ തുണി ചെയ്യാണ്ടെങ്കിൽപ്പെട്ട് ഇറങ്ങിയ എന്താ പറഞ്ഞു പറയും. റസൂല്ലാസനം അതുപോലെ കേൾക്കല് കുറവേ കാരം. റസൂൽ പറഞ്ഞു കൊടുക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ ഉള്ളിൽ നിന്നും ഈമാൻ ഇസ്ലാമും അമ്പ് വില്ലിൽ നിന്നും പോകുന്നത് പോലെ പോയി ഉണ്ടാവും. ശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക ഉള്ളിൽ ഈമാൻ. അപ്പൊ അമലല്ല, ഭയങ്കര അമല് കണ്ട നമുക്ക് ബേജാറാവുന്ന പറയണേ, അമ്മരി അമലേക്കാരൻ. ആ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല നമ്മുടെ കൂട്ടത്തില്, നാട്ടിലൊക്കെ. അവനെ തൊപ്പി താടി ഇന്നേ അത് കള്ളുടിച്ച ഒറ്റടിക്കിട്ട് മാറി, കള്ളുടി നിർത്തി, ഓരോ സംസാരം ഗുണ്ടകളായിരിക്കുന്ന ആൾക്കാരോട് മാറി, ഓരോ സംസ്കാരം, ഓരോ സംസാരം, ഓരോ ഇടപെടലുകൾ, ഓരോ എല്ലാവരും മാപ്പ് വയ്ക്കണ്, എല്ലാം ഓരോ അങ്ങോട്ട് മാറിയേക്കാം. എല്ലാം അങ്ങോട്ട് മാറി ഓല് ദീനിയായിട്ട് മാറി. കച്ചവടം പ്രശ്നമില്ല, ഓരോ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല, ഓരോ ഇവിടെ നിന്ന് ഓരോ അഹങ്കാരമില്ല, ഒരു തായ്മയോട് കൂടി ആര് ഹിദ്മത്ത് അജ്ജികാമിലേക്ക് ചെന്നാൽ ഒരു കജ്ജിമുകാൽ നഖം മുറിച്ചു കൊടുക്കണ്, മുടി ചീകി കൊടുക്കണ്, എന്തെല്ലാം ഒരു പെട്ടി തലയിലെച്ച് പോണ് ഡോക്ടർമാരെക്കാരം, എഞ്ചിനീയർമാരെക്കാരം. അങ്ങനെ അവരെന്ത് കണ്ട താടിയും അവരതൊക്കെ കണ്ട ഞമ്മക്ക് തന്നെ വേജാവും, റബ്ബെ ഞമ്മക്കൊന്നും ഇല്ലേന്ന് തോന്നും. ഒരത്ത് പോയി നോക്കിയാലോ, നമ്മള് അമ്മക്കൊന്നും നിസ്കരിച്ചാൻ കഴിച്ചു, തറാവിയൊക്കെ കത്ത തീർക്കലോ അല്ലേ, നമ്മൾ അനന്തര ഡബിളേക്കാരം. അവിടെ തറാവി അനങ്ങ് പോലില്ലേ, നമ്മൾ അങ്ങോട്ട് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ചൊറിഞ്ഞ്, ഇത് എന്താ ഞമ്മക്കത് തീർന്നാ മതി. ഇവർക്ക് അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ഓരോ കാണാൻ പറ്റും. ഇയാളെ പിൻഗാമികളാക്കിയാൽ അവര് ഹബീബായ റസൂൽ പറയാ. എന്താ ഒരു കാരണം പറഞ്ഞത്, അമ്പ് വില്ലിന്നും പോകുന്നത് പോലെ അവരുള്ളിന്ന് ഈമാൻ പോയി. കാരണം എന്താ, ഈമാൻ എന്താ, ലായു ഉമീനു അഹദുക്കും അത്ത അക്കൂന, ഞാൻ റസൂലുള്ളാഹിന്റെ പേരാ. അൽ ഈമാനു നൂറൻ യദ്ഖുലു ഫീ ഖൽബിൽ മുഅ്മിൻ, മുഅ്മിന്റെ ഹൃദയത്തിൽ കയറുന്ന നൂറിന്റെ പേരാ ഈമാൻ. ഏതാണ് നൂറ്? നൂറുൻ അലാ നൂർ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിൽ വന്ന നൂറ്. ഏതാണത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ പട്ടണം. ഇൽമൻ നൂറുല്ലാഹ്, ഫഖാല ഇൽമു നൂറുല്ലാഹ് ഹഖ്ഖാ, നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ദോഷിയൊക്കെ അല്ലാഹു കൊടുക്കാത്ത ഇൽമ്, അതാ നൂറ്, അത് മുഹമ്മദ് റസൂലുള്ളാഹി, അത് അവരിട്ടുണ്ടാവില്ല. ഒരു അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നിടത്ത് റസൂലുള്ളാഹി ഓർക്കരുതേ. എന്റെ വീട്ടിൽ വളർത്തുന്ന കൈതനെ കുതിരനെ ഓർത്താലും കുഴപ്പമില്ല, ആരെ ഓർക്കരുത്?
റസൂലുള്ളാഹിങ്ങളെ മരിച്ചുമ്പം പേര് പറയരുതേ. അവിടെ പോകുമ്പം മദീനത്ത് മക്കത്ത് പോകുമ്പം നീ 1 മാസത്തിന് പോവാണെങ്കിൽ 3 ദിവസം മദീനത്ത്, ബാക്കിയൊക്കെ മക്കത്ത് നിൽക്കണേ, കൂലി കൂടുതൽ മക്കത്താണ്. ഇതാ പഠിപ്പിക്കുക. നമ്മൾ പോയാൽ നിങ്ങൾ മാക്സിമം മക്കത്ത് പോയിരിക്കുക, മദീനത്ത് പോയിരിക്കുക. അവിടെ നിന്ന് ഉംറക്ക് വരിക, തിരിച്ച് മദീനത്തേക്ക് തന്നെ പോവുക. നമുക്ക് മദീന വലുത്. കാരണം എന്താ, മക്കത്ത് 1,00,000 കൂലി, ഇവിടെ 1000 10,000 ഉണ്ടാവുള്ളൂ. അപ്പൊ കൂലിപ്പണിക്കാർക്കാണ് അവിടെ മക്കത്തുള്ളത്. കൂലിപ്പണിക്കാർക്ക് എന്താ, എത്ര വലിയ പൈസക്കാരനായാലും ഒരു കൂലിപ്പണിക്കാരൻ, ഒരു തന്റെ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ ഒരാള് ഏറ്റവും പൈസ 1 കോടി രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾ വന്നാലും സിറ്റ് ഔട്ട് കയറ്റിരുത്തിട്ട് ഓഫീസ് റൂം കയറ്റി ചെക്ക് ചെയ്ത് പിക്കോറിയില്ലേ ബെഡ്റൂം കയറ്റിരുത്തോ, അയാൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കോ? അതാ കൂലിപ്പണിക്കാരത്. ഒരു വട്ടം പള്ളിക്കെന്ന് വർത്താനം പറഞ്ഞാൽ 40 കൊല്ലത്ത് അമല ഒഴിഞ്ഞു പോകും. ഒരു 40 കൊല്ലം സ്കെച്ചൊക്കെയാണ് പൊഴിഞ്ഞോണെങ്കിൽ ഒരു ഒറ്റ വാക്ക് മതി. 2 വട്ടം പറഞ്ഞാൽ 80 കൊല്ലം പോകും. 80 കൊല്ലം നമ്മൾ ജീവിക്കുന്നത് തോന്നുന്നത് ആർക്കെങ്കിലും? ഏത് അമലൊക്കെ പൊഴിഞ്ഞു പോകുന്നു. മൊഹബത്ത് പൊളിഞ്ഞൂല, ആദബ് പൊളിഞ്ഞൂല. ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഇവരെ കണ്ട് നമ്മൾ പേടിക്കണ്ട, നമ്മുടെ സമയത്ത് തരും പാടില്ല. അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. കർമ്മം നോക്കി വിലയിരുത്തരുത്, ഈമാൻ നോക്കി വിലയിരുത്തണം. അത് റസൂലുള്ളാഹികളാണ്. അവർക്ക് അവിടെ കുറച്ച് കുറവ് കാണാം. ഒന്ന് ഇടപെട്ട് നോക്കണ്ടി ഓരോ കാര്യത്തില്. അവിടെ എന്തൊക്കെ ഒരു കുറവ് ഇങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാവും. റസൂലുള്ളാഹികൾ അത് മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. ചില ആൾക്കാരുണ്ട് പരസ്യമായി സാധാരണക്കാരനാണ്, മൗലൂദ് തന്നെ ദിക്ർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചെങ്ങനെ പേര് വിളിക്കരുത്, ദിക്ർ തന്നെ മൗലൂദ് തന്നെ. മദീനത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, കിവിലേക്ക് വയ്ക്കണം, റൗലേക്ക് തിരിഞ്ഞിക്കരുത്. തിരിഞ്ഞിക്കാൻ പോലും പറ്റില്ല റൗലേക്ക്. അള്ളാനെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് നോക്കി തന്നെ അല്ല. ഇന്നെ കാണണമെങ്കിൽ ഇവിടെ നോക്കി, ഇന്നെ കിട്ടണമെങ്കിൽ റസൂലുള്ളാഹികളെ പിൻപറ്റി. റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലുള്ളാഹി ആര് വഴിപ്പെട്ടാലും അള്ളാനെ വഴിപ്പെട്ടു. ഇന്നല്ലതിന് യുവായൊക്കെ ഇന്നുമായുവായൂനല്ലാ. റസൂലുള്ളാഹിനെ വയറ്റ് ചെയ്താല് അള്ളാനെ വയറ്റ് ചെയ്തു. അപ്പൊ റസൂലുള്ളാഹിനെ വയറ്റ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹികള് കിവിലന്റെ ഭാഗത്തല്ല, വേറെ സൈഡ്. ഇപ്പൊ അള്ളാഹ് പടിഞ്ഞാറാന്ന് കൂട്ടിക്കോ, റസൂലുള്ളാഹികൾ പടക്കാൻ നിൽക്കണേ ഇവിടെ. അപ്പൊ പടിഞ്ഞാറ്റ് കൈയ്യട്ടെ, റസൂലുള്ളാഹികൾ തിരിഞ്ഞിക്കല്ലേ വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹികൾ തിരിഞ്ഞാലേ പടിഞ്ഞാറ് തിരിയാവണം, അള്ളാഹ്ക്ക് തിരിയാവുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? അള്ളാഹ് പറയുന്നത് ഇന്നല്ലതിന് വായുവിനൊക്കെ ഇന്നമായി വായുവിന് അള്ളാഹ്. റസൂലുള്ളാഹികൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അവിടെ തിരിഞ്ഞാൽ എന്നെ തിരിഞ്ഞു എന്നാ പറയണത്. അപ്പൊ റസൂലുള്ളാഹികളാണ് വയ്യെത്തിയത്, അള്ളാഹിനെ വയ്യെത്തിയത്. എന്നിട്ട് റസൂലുള്ളാഹികൾ മുമ്പ് പോയി അവിടെ നിന്ന് കൈവച്ച് ദ്വാരക്കുമ്പോ ദ്വാരക്കണത് അള്ളാഹിന്റെ ഉടനല്ലേ. ഈ റസൂലുള്ളാഹികൾ ഇന്ന റസൂലേക്ക് ആക്കണമെന്താ കുഴപ്പം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി എന്തായാലും കുഴപ്പം? നമുക്ക് വരുന്ന എന്താ റസൂലുള്ളാഹികൾ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിവില്ലേ? അതല്ലേ സഫായത്ത് പറഞ്ഞത്. എന്താ ചോദിച്ചൂടെ? ചോദിക്കണ്ടേ. പിന്നെ ആരോടാ ചോദിക്കാനുള്ളത്? അതെങ്ങനെ ശിർക്കാണ്? റസൂലുള്ളാഹികൾക്ക് അള്ളാഹ് കൊടുക്കാത്ത കഴിവുണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. റസൂലുള്ളാഹികൾക്ക് അള്ളാഹ് കൊടുത്ത കഴിവ് ഒരുപാടുണ്ടെന്നും അത് എല്ലാവർക്കും കൊടുക്കാൻ റസൂലുള്ളാഹികൾക്ക് കഴിവുണ്ടെന്നും ചോദിച്ചു വാങ്ങാനുള്ള കഴിവുണ്ടെന്നും എത്രയോ കിതാബിലും ഹദീസിലും ഖുർആനിലും പറഞ്ഞതല്ലേ. അവിടെ അവർക്കൊരു പുച്ഛ റസൂലുള്ളാഹികളെ. അതാണ് അവരെ കുറിച്ച് പറഞ്ഞത്. ഈ അബ്ദുള്ള എന്ന ആളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.